അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ബനുൽ മുസ്തലഖ് യുദ്ധവും കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മദീനയിലേക്ക് മടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഒറ്റപ്പെടുകയുണ്ടായി. സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വളരെ സുരക്ഷിതമായി മദീനയിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് സംഭവിച്ചത്, ജൂതന്മാർ തുടക്കം കുറിക്കുകയും മുനാഫിക്കുകൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്ത വിഷയം ആയിഷ റളിയല്ലാഹു അൻഹയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെടുത്തി വ്യഭിചാര ആരോപണം, അപവാദം പ്രചരിപ്പിക്കുകയുണ്ടായി. മുനാഫിക്കുകൾ ഏറ്റെടുത്ത് നടത്തിയ പ്രചരണത്തിൽ വിശ്വാസികളും ചില ആളുകൾ പെട്ടിരുന്നു എന്നിവരെ പറയപ്പെടുന്നു. ഏതായാലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ പ്രചരണം ഏറ്റെടുത്ത് ആളുകൾക്കിടയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് അപവാദം പ്രചരിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു മിസ്തഹ് ഇബ്നു ഉസാസ എന്ന് പറയുന്ന വ്യക്തി. ഈ വ്യക്തിയുടെ പ്രത്യേകത, അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെലവിന് കൊടുത്ത വ്യക്തിയായിരുന്നു ഈ മനുഷ്യൻ. മിസ്തഹ് ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലാ ഉംഫിഖു അലാ മിസ്തഹിൻ ഷൈഅൻ അബദൻ, ഞാൻ ഇനി ഒരിക്കലും മിസ്തഹിന് ഇനി ഒന്നും കൊടുക്കില്ല എന്ന് ശപഥം ചെയ്യുന്ന രൂപത്തിൽ പറയുകയുണ്ടായി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശമേലാപ്പിൽ നിന്നും ഈ വിഷയത്തിൽ ആയത്തിറക്കി. സൂറത്തു നൂറിൽ 22-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞു, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ അൻ യുഅ്തു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയും കഴിവുമുള്ള ആളുകൾ, കുടുംബബന്ധമുള്ളവർക്കും സാധുക്കൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ വന്ന ആളുകൾക്കും ഒന്നും കൊടുക്കില്ലെന്ന് ഒരിക്കലും ശപഥം ചെയ്യരുത്. മറിച്ച് വല്യഅഫു വല്യസ്ഫഹു, നിങ്ങൾ അവരോട് ചെയ്യേണ്ടത് മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയുമാണ്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകാൻ നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ലേ? വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണ ചൊരിയുന്നവരും ആണ് എന്നാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആവശ്യപ്പെടുന്നത് ഫല്യഅഫു വല്യസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ, നിങ്ങൾ പുറത്തു കൊടുക്കൂ എന്നാണ്. നമ്മളോട് എത്രത്തോളം പ്രയാസം ചെയ്ത ആളായിരുന്നാലും, നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ആളായിരുന്നാലും, അത്തരം ആളുകളോട് പോലും വിട്ടുവീഴ്ച ചെയ്യണം, പുറത്തു കൊടുക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിന് ശേഷം ഈ വചനം ഇറങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബല വല്ലാഹി ഇന്നി ല ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് മിസ്തഹിന് വീണ്ടും ഞാൻ ചെലവിന് കൊടുക്കും എന്ന് പറയുകയും വീണ്ടും അങ്ങനെ ചെയ്യുകയും ചെയ്തുവെന്ന്. സഹോദരന്മാരെ, നമ്മുടെ കൂട്ടത്തിൽ ഏതെല്ലാം തരത്തിൽ ആളുകളുമായി തെറ്റി നിൽക്കുന്നവരുണ്ട്. സമൂഹത്തിൽ വ്യക്തികളുമായി തെറ്റി നിൽക്കാനുള്ള കാരണം നമ്മളെ എന്തെങ്കിലും ചെയ്തതോ പ്രയാസപ്പെടുത്തിയതോ ബുദ്ധിമുട്ടിയതോ ഒക്കെ ആയിരിക്കാം. അത്തരം ആളുകളോട് ഒരിക്കലും പുറത്തു കൊടുക്കില്ല, അവനുമായി ഞാൻ ഇനി കൂട്ടുചേർന്ന് നിൽക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്കൊരാൾക്കും പാടില്ല എന്നാണ്. കാരണം അങ്ങനെ നമ്മൾ ചെയ്തുവെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു നൽകുകയില്ല. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിട്ടുവീഴ്ച എന്ന മഹത്തായ സ്വഭാവത്തിനുടമകളാകുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇടപെടലിന് കാരണമാക്കിയിട്ടുണ്ട്. ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം, അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, തൻ്റെ സഹോദരനോട് എപ്രകാരമാണോ അപ്രകാരമായിരിക്കും അള്ളാഹു ഉണ്ടാവുക എന്നാണ്. മൻ സതറ മുഅ്മിനൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, വിശ്വാസിയുടെ രഹസ്യം മറച്ചു വെച്ചവന് അള്ളാഹു പരലോകത്ത് അവന് രഹസ്യം മറച്ചു വെക്കുമെന്നാണ്. വിശ്വാസികൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുത്തവർക്ക് അള്ളാഹു പരലോകത്ത് എളുപ്പമുണ്ടാക്കി നൽകുമെന്ന്. ഇങ്ങനെ നമ്മൾ ആളുകളോട് ഏത് രൂപത്തിൽ പെരുമാറുന്നു അതനുസരിച്ചാണ് അള്ളാഹു നമ്മളോട് ഉണ്ടാവുക എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ നമ്മൾക്ക് അള്ളാഹു പുറത്തു നൽകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യുവാൻ, പുറത്തു കൊടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച എന്ന മഹത്തായ സ്വഭാവത്തിനുടമകളാകുവാൻ, അതുവഴി അള്ളാഹുവിൻ്റെ പാപമോചനം ലഭിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
Peace Radio. Tune to reality.